പുരത്തിലെ സപ്തർഷികൾ കണ്ണുനീർത്തുള്ളിക്ക് ശേഷം എഴുതിയ 7 കവിതകളാണ് 1928 പ്രസിദ്ധീകരിച്ച പുളകാങ്കുരത്തിലുള്ളത്. മിസ്റ്റിസിസത്തിൻ്റെ ഏറ്റവും മനോഹരമായ 7 ഉദാഹരണങ്ങൾ. അനന്തവും അപരിചിതവുമായ ഒരു സത്തയുടെ ഉണ്മയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന 7 കാൽപ്പനിക കവിതകൾ. ഭാരതത്തിൻ്റെ പുരാതനമായ മിത്തോളജിയിലും ദർശനങ്ങളിലൊക്കെ അടിത്തറയിട്ടിട്ടാണ് ആ മിസ്റ്റിക് കവിതകൾ പടുത്തുയർത്തപ്പെടുന്നത്. എന്നാൽ അവയ്ക്ക് അതീതമായ ഒരു അനുഭൂതി രസം ഉണ്ട് ഈ കവിതകളിൽ. അനന്തമായ ലിംഗഭേദമില്ലാത്ത ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായത് സ്ത്രീയാണോ പുരുഷനാണോ? ബൈബിളിൽ അത് പുരുഷനാണ്. പക്ഷേ ഭാരതത്തിൽ അത് മൂലപ്രകൃതിയായ സ്ത്രീയാണ്. സപ്തമാതൃക്കളാണ് ആദ്യത്തെ ഋഷിമാർ. മൊഹൻജോദാരോയിലും ഹരപ്പയിലുമുള്ള സീലുകളിൽ നിന്ന് 7 ജലദേവതകളെ, സപ്ത സരസ്വതി അല്ലെങ്കിൽ സപ്ത സൈന്ധവ, അവരെ കുറിക്കുന്ന ചിത്രങ്ങൾ ചരിത്രകാരന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. ആദ്യത്തെ മനുഷ്യൻ അച്ഛനല്ല അമ്മയാണ് എന്ന് മൈറ്റോകോൺട്രിയൽ RNAയുടെ പഠനം കൊണ്ട് ശാസ്ത്രവും തെളിയിക്കുന്നുണ്ട്. മനുഷ്യൻ ആദ്യം പറയാൻ പഠിക്കുന്നതും അമ്മ എന്ന വാക്ക് തന്നെയാണ്. അവൻ ആദ്യം കണ്ടറിയുന്നതും അമ്മയെ തന്നെ. പുളകാങ്കുരത്തിലും സപ്തർഷികളിൽ ആദ്യം വരുന്നത് ഇന്നത്തെ അമ്മ എന്ന കവിതയാണ്. എത്ര ഹൃദ്യമായ ജീവിതഗന്ധിയായ ദൃശ്യം. കാലത്തുണർന്നു കിടന്നു കളിക്കുന്ന തൻ്റെ കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് അമ്മ അവന് മംഗളം നേരുന്ന ദൃശ്യം. അമ്മയുടെ മുഖത്ത് നോക്കി ആനന്ദിച്ച് ചിരിക്കുന്ന ആ കുഞ്ഞിന് ഈ ജീവിതത്തെക്കുറിച്ച് എന്തറിയാം? പൂ പോലുള്ള അവൻ്റെ മേനിയിൽ തൊടുന്നത് പോലും അവന് നോവുമോ എന്ന് കരുതി സൂക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ പ്രപഞ്ചം അതൊന്നും നോക്കില്ല. ആർക്ക് നൊന്താലും പ്രപഞ്ചത്തിനൊന്നുമില്ല. ഉള്ളിൽ കള്ളത്തരവും ചതിയും നിറച്ച് പുറത്ത് വെള്ളപ്പുറമ്പൂച്ചണിഞ്ഞ ലോകം അവന് നോവേൽക്കുമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുക കൂടിയില്ല എന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. എന്നാലും ഈ പ്രപഞ്ചത്തിലുമുണ്ട് ഋജുവായ ഒരു നേർവഴി, ഒരു ധർമ്മപഥം, പൂർവികന്മാരുടെ പുണ്യപദം പതിഞ്ഞ ഒരു പാവന മാർഗം. ആ മാർഗത്തിലൂടെ വല്ലതും കാണിച്ച് ശീലിക്കാത്തവരുടെ വംശത്തിൻ്റെ അങ്കുരമായ മകൻ ആ വഴിയിലൂടെ നടന്ന് പൂർവികരെക്കാൾ ഉന്നതസ്ഥാനത്ത് എത്തണം എന്നാണ് ഓരോ അമ്മയുടെയും ആശ. അമ്മയുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെങ്കിൽ മകൻ്റെ യാത്രയിൽ ഈശ്വരൻ അവന് തുണയുണ്ടാവും. ജീവിതയാത്രയിൽ പലതരക്കാരെയും പലതരം അനുഭവങ്ങളെയും അവൻ കണ്ടുമുട്ടിയേക്കാം. പേടിപ്പെടുത്തുന്നവരുണ്ടാവാം. ഒരിക്കലും പേടിച്ച് പിന്തിരിയരുത്. പ്രലോഭനങ്ങൾ മാടി വിളിച്ചേക്കാം, അവയെ മാനിക്കരുത്. പട്ടുകിട്ടിയാലും വെട്ടുകിട്ടിയാലും നിന്ദിച്ചാലും പുകഴ്ത്തിയാലും അവയിൽ ഉദാസീനനായി മുന്നോട്ട് പോകണം. ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ആകാത്ത കർമ്മത്തിൽ കൈ ചെല്ലരുത്. അമ്മിഞ്ഞപ്പാലിനെ ദുഷിപ്പിക്കാതെ മക്കൾ എത്തേണ്ട ലക്ഷ്യത്തിലെത്തണം. ഒരിക്കലും ഞാൻ ദരിദ്രമായ ഈ കുടുംബത്തിലാണല്ലോ വന്ന് ജനിച്ചത് എന്നുള്ള നിരാശ, ദുഃഖം തോന്നരുത്. കാരണം കേവലാത്മാവായ ഈശ്വരൻ നിന്നിലും മഹർഷിയിലും രാജാവിലും ഒരുപോലെ പൂജ്യനായി പ്രവർത്തിക്കുന്നു. സർവവിജ്ഞാനവും സർവമഹത്വവും സർവഥാ തിങ്ങുന്ന ആ സച്ചൈതന്യം കൈവശം വെച്ചുകൊണ്ടാവൂ ഞാൻ പാപം എന്ന് ആവലാതിപ്പെടുന്നതാണ് പാപം. അതാണ് പാപം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഐശ്വര്യവസ്തുക്കളെയല്ല ഭജിച്ചിരുന്നത്. ആനത്തോലെടുത്ത് പിച്ചതെണ്ടി മലമുകളിലിരിക്കുന്ന മഹാദേവനല്ലേ നമ്മുടെ ദൈവം. നമുക്ക് ജീവിത മാതൃക കാണിച്ചു തന്ന മുനിമാരോ കായും കനിയും പറിച്ചു തിന്നങ്ങനെ കാട്ടിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നല്ല വംശത്തിൻ്റെ കണ്ണികളായ നമ്മുടെ ഇച്ഛാശക്തി ദാരിദ്ര്യം കൊണ്ട് താണുപോകുമോ? പിച്ച വാങ്ങിയ കൈകൊണ്ട് മുനിമാർ സ്വർഗം ചമച്ചു കൊടുത്ത കഥയുണ്ട്. ഭൃഗുവിൻ്റെ കല്ലിൽ ചവിട്ടിപ്പദം വന്ന കാൽച്ചവിട്ട് ഏറ്റിട്ട് ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ നാഥനായ വിഷ്ണുവിൻ്റെ മാറിൽ ശ്രീവത്സ ചിഹ്നമുണ്ടായി. ദരിദ്രൻ ധനികനേക്കാൾ വലുതായ കഥകൾ എത്ര ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മഹാമേരു പോലും നമ്മളുടെ കയ്യിൽ വരുത്താമെന്ന് കാട്ടിത്തരുന്ന ആത്മവിശ്വാസം തരുന്ന കഥകളാണ് അവയെല്ലാം. മുന്നിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ ഇടയ്ക്കൊന്ന് പിന്നിലേക്ക് പഴയ ചരിത്രത്തിലേക്ക് നോക്കിയാൽ യാത്രയ്ക്ക് വേണ്ട ആത്മവിശ്വാസം ലഭിക്കും. തള്ളവിരളോളം പോന്നൊരു അഗസ്ത്യമുനിക്ക് വിന്ധ്യപർവ്വതം അടിച്ചമർത്താം. അറ്റമില്ലാത്ത സമുദ്രങ്ങൾ കുടിച്ചു വറ്റിക്കാം. ഗോവർദ്ധനഗിരി പൊക്കി മഴക്കുട പിടിച്ചത് കോമളമായ കുഞ്ഞിക്കരങ്ങളാണ്. ഒരു നിവൃത്തിയില്ല, ചാടിയേ തീരൂ എന്ന് വന്നാൽ ഒറ്റച്ചാട്ടം കൊണ്ട് 100 കാതം പിന്നിടാനും സാധിക്കും. അത് ഹനുമാൻ്റെ കഥയാണ്. ഇങ്ങനെയുള്ള പൂർവികരുടെ പരാക്രമങ്ങൾക്ക് എണ്ണിയാൽ അവസാനമില്ല. വിണ്ണിലിരിക്കുന്ന ആ വിശിഷ്ട ആത്മാക്കൾ ഓരോ കുഞ്ഞിൻ്റെയും ശിരസിൽ
തൊട്ട് അനുഗ്രഹിച്ച് ശ്രേയസ് നൽകട്ടെ എന്നാണ് ഈ അമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ പറയുന്നത്. അന്യധർമ്മത്തിലും അന്യജനങ്ങളിലും അന്യായമായി ഭ്രമിക്കാതെ സന്യാസശീലരായ പണ്ടുള്ളവരുടെ ധന്യസ്മരണ ഉള്ളിൽ നിർത്തിയാൽ ഈ ഓമന കൊച്ചുമിടുക്കന്മാർക്ക് നന്മയല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്ന് അമ്മ അനുഗ്രഹിക്കുന്നു. കുരുന്നുകരങ്ങൾ കുടഞ്ഞ് ഇളം മഞ്ജുള പൂഞ്ചിരി തൂകുന്ന കുഞ്ഞിനെ മാറിലണച്ച് പുണർന്ന് അമ്മ നീറുന്ന ഉള്ളം കുളിർപ്പിക്കുന്നു. അമ്മ പാടുകയാണ്: ഇമ്മലർപ്പെലവ പാടലച്ചുണ്ടീനാൽ അമ്മയ്ക്കൊരായിരം ഉമ്മ നൽകൂ, നിർമ്മലവായ് മലർ തേനീലാറാടിയൻ ജന്മസാഫല്യം വരുത്തട്ടെ ഞാൻ. ഒരമ്മയുടെ ഹൃദയത്തിലല്ലാതെ ഒരാളുടെ ഹൃദയത്തിൽ മുദിക്കാത്ത മൃദുല ഭാവങ്ങളാണ് ഈ കവിതയിലുള്ളത്. ഒരിക്കലും ഒരു അച്ഛൻ പോലും ആകാൻ ഭാഗ്യം ചെയ്യാത്ത ഈ കവിയുടെ ഉള്ളിൽ എത്ര ആർദ്രമായ ഒരു മാതൃഹൃദയമാണ് ഇരിക്കുന്നത്. ഈ സവിശേഷത കണ്ടെത്തിയ നിരൂപകന് മാത്രമേ നാലപ്പാടിനെ ശരിക്കും മുഴുവനായി മനസ്സിലായി എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. നന്നേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുട്ടികൃഷ്ണമാരാർ ഈ കവിത വായിച്ചു, അതിനാൽ സ്വാധീനിക്കപ്പെട്ടു. നാലപ്പാടിൻ്റെ മിത്രവും ശിഷ്യനും ഒക്കെയായി വളരെ അടുത്ത ആളായി. നാലപ്പാടിൻ്റെ പദ്യകൃതികൾക്കുള്ള അവതാരികയിൽ എം ലീലാവതി ഇക്കാര്യം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. സ്ത്രൈണമായ മാതൃനിർവിശേഷമായ ഒരാർദ്രത, വിസ്മയവും വിനയവും പ്രണയവും കൂടിച്ചേർന്ന ഒരു വൈകാരിക അവസ്ഥ ആണ് നാലപ്പാടൻ കവിതകളുടെ അന്തർനാദത്തിലുള്ളത്. ഗഹനമായ ദാർശനികത്വം കൂടിയും ആ മൃദുല ഭാവത്തിൽ തട്ടുമ്പോൾ സരളവും മധുരവുമായിത്തീരുന്നു എന്നാണ് ലീലാവതി ടീച്ചർ എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ അമ്മ എന്നത്തെയും അമ്മ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ സവിശേഷത. ദരിദ്രരാഷ്ട്രമായ ഇന്ത്യയുടെ ആത്മതേജസ്സിനും ആത്മാഭിമാനത്തിനും മുടവു തട്ടാതെ ഇച്ഛാശക്തിയുള്ള ഋജുബുദ്ധികളായ പൗരന്മാരെ വാർത്തെടുക്കാൻ ഇത്തരം അമ്മമാർ കൂടിയേ തീരുവെന്ന ആവശ്യമാണ്. ദരിദ്രമായ നാലപ്പാട്ട് തറവാട്ടിലിരുന്നു കൊണ്ട് ധൈഷണികമായ മാനങ്ങളെ കൈയടക്കിയ ആ നാടൻ കാരണവരുടെ അമ്മ ഭാഗ്യവതിയാണ്. അദ്ദേഹം അമ്മ ആഗ്രഹിച്ചതുപോലെ വളർന്നു. അമ്മയ്ക്ക് ജന്മസാഫല്യം വരുത്തി. ഓരോ കുഞ്ഞിനും ആത്മപരിശോധന നടത്താനുള്ള അവസരം കൂടിയാണ് ചിന്താദ്യോതകമായ കവിത. വാത്സല്യമല്ലാതെ മറ്റൊന്നും ഈ വരികളില്ല. ഒരു ഉപദേശത്തിൻ്റെ ഭാരം പോലും ഈ കവിത താങ്ങുന്നില്ല എന്നുള്ളതാണ്. വെറും വാത്സല്യഭാവം മാത്രം. ഇത് പാഠപുസ്തകങ്ങളിൽ ചേർക്കണമെന്നും ഇന്ത്യയിലെ മലയാളം അറിയാവുന്ന ഓരോ പൗരനെയും പഠിപ്പിക്കണമെന്നും മുണ്ടശ്ശേരി മാഷ് എഴുതി വെച്ചത് ഇതിലെ ആ ലക്ഷ്യബോധം കണ്ടിട്ടാണ്. അതിനെ മനുഷ്യ മനസ്സുകളെ കീഴടക്കാനുള്ള വശ്യശക്തി കണ്ടിട്ടാണ്. ഒരിക്കൽ ഈ കവിത വായിച്ച് പഠിച്ച ഒരു കുട്ടി നേരായ മാർഗം വിട്ട് സഞ്ചരിക്കില്ല എന്ന് മുണ്ടശ്ശേരിക്ക് ഉറപ്പുണ്ടായിരുന്നു.